കണ്ണൂർ സെൻട്രൽ ജയിൽ തടവ് പുള്ളികളുടെ പറുദീസയാണ്. രാഷ്ട്രീയ തടവുകാരടക്കം കഴിയുന്ന ജയിലിൽ VIP പരിഗണനയാണ് പ്രതികൾക്ക് ലഭിക്കുന്നത്. മൊബൈൽ ഫോണും ലഹരിയും ഉൾപ്പെടെ പുറമേ നിന്ന് എത്തിച്ചു നൽകും. ആവശ്യത്തിന് ഇൻ്റർനെറ്റ് കണക്ഷനുമുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാർക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെ യുവാവ് പിടിയിലായി. പനങ്കാവ് സ്വദേശി അക്ഷയ്യാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസവും ഇവിടെ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നു. സെൻട്രൽ ജയിലിന് പുറത്തുനിന്ന് തടവുകാർക്ക് ഫോൺ എറിഞ്ഞു കൊടുക്കുന്നതിനിടെയാണ് ഒരാൾ പിടിയിലായത്. മൊബൈൽ ഫോണിനൊപ്പം ബീഡിയും പുകയില ഉൽപ്പന്നങ്ങളും എറിഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പനങ്കാവ് സ്വദേശി അക്ഷയും മറ്റ് രണ്ടുപേരും ചേർന്നാണ് ഫോൺ എറിഞ്ഞുകൊടുത്തത്. വാർഡന്മാരെ കണ്ടതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്ത് ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ചയും ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടികൂടിയിരുന്നു. ജയിൽ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി പരിശോധന നടത്തി മടങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് മൊബൈൽ പിടിച്ചത്. രണ്ടാഴ്ച മുമ്പും 3 മൊബൈൽ ഫോണുകളും ചാർജറുകളും ഇയർഫോണുകളും കണ്ടെത്തിയിരുന്നു. ന്യൂ ബ്ലോക്കിൽ കല്ലിനടിയിലും കുളിമുറിയിലെ ജനാലയിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഫോണുകൾ. ഇതിനു മുമ്പ് പലതവണ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടികൂടിയിട്ടുണ്ട്. കണ്ണൂർ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ജയിൽ ചാടി പിടിയിലായ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കണ്ണൂർ.